ഹായ് മനീഷ്, നമ്മളിപ്പോൾ ഇവിടെ 3 മന്ത് കോഴ്സും 3 മന്ത് ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു. അപ്പോൾ എന്താണ് മനീഷിന് നമ്മുടെ അക്കാഡമിയിലുള്ള ഒരു എക്സ്പീരിയൻസ്? നമ്മളിവിടെ 6 മന്ത് കോഴ്സ് ആയിരുന്നു ട്രാസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മന്ത് കോഴ്സും 3 മന്ത് ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളിവിടെ ജോയിൻ ചെയ്ത ടൈം തൊട്ടിട്ട് ഇപ്പോൾ ഇതുവരെയായാലും എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നമ്മളിവിടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിൽ നമ്മളിവിടെ ലൈവ് പ്രൊജക്ട്സ് കൊടുത്തിട്ടാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് എന്താണ് മനീഷിൻ്റെ ഒരു നമ്മുടെ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ 3 മന്ത് ആയിരുന്നു. അപ്പോൾ 3 മന്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൻ്റെ അല്ലാതെ തന്നെ കുറേ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ ലൈവ് പ്രൊജക്ട്സിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ആയിരുന്നു. നമ്മൾ വെബ്സൈറ്റ് ഡിസൈനിങ്, SEO അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാനും സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തായിരുന്നു. മെയിനായിട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്പിൽ കുറേ നോളജ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ പറ്റുമായിരുന്നോ? അതോ ഇൻറ്റേൺഷിപ്പ് ആണോ അതിൻ്റെ ഒരു മെയിൻ പാർട്ട് വരുന്നത്? ഓക്കെ, ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് നമുക്ക് എന്തായാലും പ്രാക്ടിക്കൽ നോളജ് വേണം. നമുക്ക് ജസ്റ്റ് തിയറി നോളജ് വെച്ചിട്ട് ഈ ഫീൽഡിൽ എന്തായാലും ടെക്നോളജി ആണല്ലോ, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടി അപ്ഡേറ്റ് ആയിരിക്കണം. അതുപോലെ നമുക്ക് എത്രയും പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള അതാണ് നമ്മുടെ മെയിൻ കാര്യം. നമ്മുടെ സ്കില്ലാണ് മാറ്റർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് ഈ കോഴ്സിൻ്റെ കാര്യം. നമുക്കിപ്പോൾ കോഴ്സ് ആണെങ്കിലും ഇൻറ്റേൺഷിപ്പ് ആണെങ്കിലും അതിനൊരു ടൈമിങ് കാര്യങ്ങൾ, ക്ലാസ് ടൈം എല്ലാം മനീഷിന് ഓക്കെ ആയിരുന്നു? എനിക്ക് ഓവറോൾ എല്ലാം ഓക്കെ ആയിരുന്നു. നമുക്കിപ്പോൾ പഞ്ചിങ് ടൈം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിന് ഇത്ര ആബ്സെൻറ്റ് കാര്യങ്ങളൊന്നും ആവാൻ പാടില്ല. എല്ലാം ഒരു പക്ക പെർഫെക്ഷനിൽ ചെയ്തു പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു ഓഫീസ് ടൈം കാര്യങ്ങൾ അതെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓക്കെ. നമ്മളിവിടെ ഇൻറ്റേൺഷിപ്പ് കൊടുത്തിരുന്നത് ഒരു പക്ക ഓൺ ദ ജോബ് ട്രെയിനിങ് പോലെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു പ്ലേസ്മെൻറ്റ് ആവുമ്പോൾ മീൻസ് ആയിട്ടുള്ളപ്പോൾ ആ ഒരു പ്രാക്ടീസ്, ഒരു എക്സ്പീരിയൻസ് അതിന് യൂസ് ആവും? തീർച്ചയായും ആവും. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈവ് പ്രൊജക്ട്സ് ആയാലും നമുക്ക് ഓരോന്നിനും ഓരോ സെക്ഷനും ഓരോ ഹെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ SEO ആയാലും വെബ്സൈറ്റിനായാലും നമുക്ക് ഓരോ ഹെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. സോ അവരുടെ നിന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചത്. സോ നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് പോയാലും നമുക്ക് നമ്മുടെ സ്കില്ലും ഇവരുടെ ഈ നോളജും എല്ലാം കൂടി നമുക്കത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മെയിനായിട്ട് ഇൻറ്റേൺഷിപ്പ് വഴി നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ജോലി സ്ഥലത്ത് പോയാലും പ്ലേസ്ഡ് ആയാലും ചെയ്യാനും നമുക്ക് പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസിനെ പറ്റിയിട്ടൊക്കെ മനുഷ്യൻ എന്താ? പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കേസ് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വേറെയും കുറച്ച് കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്ക് എൻ്റെ സിറ്റുവേഷൻസ് കാരണം ഞാൻ ഡ്രോപ്പ് ചെയ്ത കാര്യങ്ങളായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു മേഖല എന്നുള്ളതിലോട്ടാണ് ഇതിലോട്ട് വന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. നമ്മളപ്പോൾ തന്നെ അവർ ജോബിൻ്റെ കാര്യങ്ങളും അതായത് പ്ലേസ്മെൻ്റ് ആയാലും ഇൻ്റർവ്യൂസ് ആയാലും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവരും പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് പ്ലേസ്ഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പാക്കേജിലാണ് കയറിയിരിക്കുന്നത്. സോ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻ്റ് കാര്യത്തിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ. ഏത് കമ്പനിയിലാണ് മനീഷ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്? അവിടെ എന്ത് പോസ്റ്റിലാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്? ഇപ്പോൾ പ്ലേസ്ഡ് ആയിരിക്കുന്ന ഒരു ദുബായ് ബേസ്ഡുള്ള ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഒരു കമ്പനിയാണ്. കമ്പനിയുടെ പേര് സിൽവർ പോയിൻ്റ് എന്നാണ്. അപ്പോൾ അവരുടെ ബാക്ക് എൻഡ് ഓഫീസ് നമ്മുടെ കൊച്ചി വൈറ്റ്ലയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ SEO അനലിസ്റ്റ് ആയിട്ടാണ്, SEO എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തേക്കുന്നത്. 4th ജോയിൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചി വൈറ്റ്ലയിലാണ്.